മിനിഞ്ഞാന്നാണ് ഡൽഹിയിൽ വെച്ച് നരേന്ദ്രമോദിയും വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അത് കഴിഞ്ഞ് ഇന്നലെ ആകുമ്പോഴേക്കും പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് സംഘപരിവാർ കോൺഗ്രസും തമ്മിൽ ചേർന്നുള്ള ഒരു അജണ്ടയാണ്. CPM-നെ ഒറ്റപ്പെടുത്താനും പാർട്ടിയെ ഒറ്റപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു നീക്കമാണിത്. ഇങ്ങനെയാണ് ഇ ഡി റെയ്ഡിനെ കുറിച്ച് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അണികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. വേണച്ച നിങ്ങൾ ഈ കമന്റുകളൊക്കെ കണ്ടു. കമന്റുകളല്ല, ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ. പിണറായി വിജയന്റെ മകളായ വീണ വിജയന് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു IT കമ്പനി ഉണ്ട്, എക്സാലോജിക് എന്ന് പറഞ്ഞിട്ട്. ഈ കമ്പനിയിലേക്ക് CMRL, അതായത് കൊച്ചിൻ മിനറൽ റൂട്ടേൽ ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ നിന്ന് 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1.7 കോടി മുതൽ 2.7 കോടി രൂപ എന്നാണ് കണക്ക്. ഈ പറഞ്ഞ എമൗണ്ട് 2017 മുതൽ 2021 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് CMRL നിന്ന് മാസപ്പടികളായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇത് എന്ത് സർവീസിനാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT സർവീസാണ് പറയപ്പെടുന്നതെങ്കിലും അങ്ങനെ ഒരു IT സർവീസ് കിട്ടിയതായ അറിവില്ലെന്നാണ് CMRLന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. 2019 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും EDയും കൂടെ CMRL റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് അനധികൃതമായ ട്രാൻസാക്ഷന്റെ പല രേഖകളും കണ്ടുപിടിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒന്നാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഈ എമൗണ്ടിന്റെ ഡീറ്റെയിൽസും. അതിനുശേഷം ഈ കേസ് ED അന്വേഷിക്കുകയും ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഹൈക്കോർട്ടിൽ ഒരു ഹർജി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോർട്ട് താൽക്കാലികമായി ഈ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നു. പക്ഷേ തുടരന്വേഷണത്തിനുള്ള EDയുടെ വിലക്ക് ഹൈക്കോർട്ട് സ്റ്റേ ചെയ്യുകയും അതിന്റെ ബേസിലാണ് ഇന്നലെ ED പിണറായി വിജയന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ധർമ്മടത്തിലെ വീട്ടിലും റെയ്ഡ് നടത്തിയത്. ബേസിക്കായിട്ട് സഖാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ എവിടേക്കാണ് റെയ്ഡ് നടന്നത്? CMRL ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പിണറായി വിജയന്റെ ധർമ്മടത്തെ വീട്ടിലും പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും. അതുകൂടാതെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും. മുഹമ്മദ് റിയാസ് ആരാണ്? വീണയുടെ ഭർത്താവ്. അല്ലാതെ വേറെ ഏതെങ്കിലും സഖാക്കന്മാരുടെ വീട്ടിലോ മുൻ LDF സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ വീട്ടിലോ ഈ റെയ്ഡ് നടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് കരുതിയിട്ടാണ്, എന്തറിഞ്ഞിട്ടാണ് തെരുവിൽ ഈ പ്രക്ഷോഭം ഇന്നലെ നടത്തിയത്? ED ഉദ്യോഗസ്ഥരെ ദ്രോഹിച്ചതും അവർ വന്ന കാറുകൾ നശിപ്പിച്ചതും കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? CMRLുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ ED കടക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നു. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിക്കും. വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകും. ഇന്നലെ റെയ്ഡിനിടെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വെച്ച് വീണയുടെ മൊഴിയെടുത്തത്. വീണയുടെ നിക്ഷേപങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നു. റെയ്ഡിന് പിന്നാലെ എനിക്ക് സഖാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ, പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് മിനിമം എന്ത് കാര്യത്തിനാണ് പ്രക്ഷോഭം എന്നെങ്കിലും ചിന്തിക്കാൻ നോക്കുക. അറിയില്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ പത്രത്തിലോ തപ്പിയാൽ ശരിയായ വാർത്തകൾ കിട്ടാം. പക്ഷെ കൈരളി ചാനലിൽ തപ്പരുത് കേട്ടോ. പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം എന്തിന്റെ പേരിലായിരുന്നു ഇന്നലത്തെ റെയ്ഡെന്ന്. പക്ഷേ അവർക്ക് റെയ്ഡ് വീണ വിജയന് നേരെയല്ല പിണറായി വിജയന് നേരെയാണ് എന്നുള്ള രീതിയിലാക്കി തീർക്കണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുള്ളൂ. കാരണം ഓൾറെഡി തെരഞ്ഞെടുപ്പിലെ തോൽവി 35 സീറ്റിൽ മാത്രം ഒതുങ്ങി. ഞങ്ങളെ സുപ്രീം ലീഡറെ BJPയും കോൺഗ്രസും സംഘപരിവാറും ചേർന്ന് ആക്രമിക്കുന്നേ എന്ന രീതിയിലാക്കി തീർക്കണം ഈ ഒരു റെയ്ഡ്. അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇന്നലെ സഖാക്കന്മാരുടെ ഈ പോസെല്ലാം. ഇതൊന്നും പോരഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇതൊന്നും അക്രമമേ അല്ല, ആൾക്കൂട്ടത്തിനുണ്ടായ വൈകാരികത അത് പെട്ടെന്ന് എന്തോ രീതിയിൽ വന്നതാണെന്ന്. മനോരമയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് EDയെ ആക്രമിച്ചു എന്നാണ്. മനോരമയ്ക്ക് തെറ്റുപറ്റിയതാണ്. EDയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. സഖാവേ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അക്രമമേ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കണ്ടൊന്നും തോൽവിയായിരിക്കില്ല. 35 സീറ്റിൽ നിന്ന് 3-5 സീറ്റിലേക്ക് മാറാനുള്ള കാലം വിദൂരമല്ല.